സ്റ്റുഡിയോ മോണിറ്റേഴ്സ് ആണോ അതോ ഹൈഫൈ സ്പീക്കേഴ്സ് ആണോ ബെറ്റർ? ആക്ച്വലി ഇത് രണ്ടും രണ്ട് പർപ്പസിനാണ്. സ്റ്റുഡിയോ മോണിറ്റേഴ്സ് ഫെയ്ത്ത്ഫുൾ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അവര് അത് മാസ്റ്റർ ചെയ്യാനും അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെയാണ് അത് യൂസ് ചെയ്യുന്നത്. സൗണ്ട് ഒട്ടും കളേർഡ് അല്ലാത്ത ഒരു സൗണ്ട് പ്രൊഫൈലാണ് സ്റ്റുഡിയോ മോണിറ്റേഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുക. മറിച്ച് ഹൈഫൈ സ്പീക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് കൂടുതലും പാട്ട് കേൾക്കാൻ അല്ലെങ്കിൽ വളരെ പ്ലീസിംഗ് ആയിരിക്കും പാട്ട് കേൾക്കാനൊക്കെ. ഉടനെ നമുക്ക് ആസ്വദിക്കാനുള്ള ഒരു സൗണ്ട് പ്രൊഫൈൽ ആയിരിക്കും അതിനകത്ത് വരുന്നത്. ഇപ്പോൾ സ്റ്റുഡിയോ മോണിറ്റേഴ്സിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കൂടുതലും അത് നിയർ ഫീൽഡ് ആയിരിക്കും. അതുപോലെ തന്നെ അതിനകത്ത് ഇൻബിൽഡ് ആംബ് വരുന്നുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി എല്ലാം ഒരു ആക്റ്റീവ് സ്പീക്കേഴ്സ് ആയിരിക്കും വരിക. അപ്പോൾ അതിനെ കസ്റ്റമൈസ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സ്വീറ്റ് സ്പോട്ട് ഒക്കെ വളരെ ടൈറ്റ് ആയിരിക്കും. മറിച്ച് നമ്മുടെ ഹൈഫൈ സ്പീക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. നമുക്ക് പല പല ആംബുകൾ ട്രൈ ചെയ്യാം. കാരണം അതൊരു പാസീവ് സ്പീക്കേഴ്സ് ആയിരിക്കും കൂടുതൽ വരിക. അതുപോലെ തന്നെ അതിന്റെ സ്വീറ്റ് സ്പോട്ട് കുറച്ചും കൂടെ വലുതായിരിക്കും. അപ്പോൾ നമുക്ക് വളരെ പ്ലീസിംഗ് ആയിട്ട് തോന്നും സൗണ്ട് നമുക്ക് പാട്ട് കേൾക്കുമ്പോഴൊക്കെ. ഇപ്പോൾ സ്റ്റുഡിയോ മോഡ്സിന്റെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്വസ്റ്റഡ് അല്ലെങ്കിൽ ജനലൊക്കെ ഇതെല്ലാം സ്റ്റുഡിയോ മോഡ്സിന്റെ എക്സാമ്പിൾ ആണ്. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റഡ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഹാൻസ് സിമ്മർ, ഹാരിസ് ജയറാസ്, സുഷിൻ ശ്യാം ഇവരൊക്കെ ക്വസ്റ്റഡിന്റെ സ്റ്റുഡിയോ മോഡൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് സിഗ്നേച്ചർ ആണ് വരുന്നത്. ഹൈഫൈ സ്പീക്കേഴ്സ് ഒക്കെ യൂസ് പറയാവുന്ന ബ്രാൻഡുകളാണ് സോണസ് ഫാബർ അല്ലെങ്കിൽ ബി&ഡബ്ല്യൂ. ഇപ്പോൾ ഡേവിഡ് ബെക്കാം ഒക്കെ ഒരു ക്യാമ്പയിൻ നടന്നിരുന്നു ബി&ഡബ്ല്യൂ വെച്ചിട്ടുള്ള. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലോഗ്സ് ഒക്കെ ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഞങ്ങളൊന്ന് വിസിറ്റ് ചെയ്യാം. കോൾ ചെയ്ത് അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള ഡിഫറൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.